നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് നമ്മളുടെ നാടുകളിലുള്ള സഹകരണ ബാങ്കുകൾ. എന്നാൽ സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ നിക്ഷേപകരുടെ ഇടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പല ബാങ്കുകളും ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. പല ബാങ്കുകൾക്കെതിരെയും വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുന്നുമുണ്ട്. എൻ്റെ പണം അവിടെ സുരക്ഷിതമാണോ എന്ന ചോദ്യം ഇന്ന് പലരുടെയും മനസ്സിൽ ഇങ്ങനെ തികട്ടി വരികയാണ്. എന്നാൽ 2026 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങൾ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ മാറ്റങ്ങൾ നമ്മളുടെ സഹകരണ മേഖലയെ എങ്ങനെ മാറ്റാൻ പോകുന്നു എന്നും നിങ്ങളുടെ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഗ്യാരണ്ടി എന്തെങ്കിലും ഉണ്ടോ, അതെന്താണ് എന്ന ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 2026 മുതൽ സഹകരണ ബാങ്കുകളിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റാണ്. മുമ്പ് കേവലം കണക്കുകൾ മാത്രം പരിശോധിച്ചിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ബാങ്കിൻ്റെ ഭരണപരമായ എല്ലാ വശങ്ങളും ഓഡിറ്റിൻ്റെ പരിധിയിൽ വരികയാണ്. അതായത് വായ്പ നൽകിയതിൽ വല്ല ക്രമക്കേടുമൊക്കെ കാണിച്ചിട്ടുണ്ടോ, നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഈ ഓഡിറ്റിൽ കൃത്യമായി പരിശോധിക്കപ്പെടും. ഇതിനോടൊപ്പം IT ഓഡിറ്റും നിർബന്ധമാക്കിയിരിക്കുകയാണ്. ബാങ്കിലെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളിൽ കൃത്രിമം കാണിക്കാൻ പറ്റാത്ത വിധം കോമൺ സോഫ്റ്റ്വെയർ സംവിധാനത്തിലേക്ക് എല്ലാ ബാങ്കുകളും ഇനി മാറാൻ പോവുകയാണ്. ഇക്കാര്യത്തിലുള്ള പിഴവ് പ്രയോജനപ്പെടുത്തിയാണ് പല സഹകരണ ബാങ്കുകളും വലിയ വലിയ തട്ടിപ്പുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടുകൂടി ഈ ക്രമീകരണം അഴിമതി കുറയ്ക്കാനും നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കാനും സഹായിക്കും. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബാങ്ക് എങ്ങാനും തകർന്നു പോയാൽ എൻ്റെ പണം എനിക്കാര് തിരിച്ചു തരും? ആ ചോദ്യത്തിലൊരു തെറ്റുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷായുസ് അധ്വാനിച്ച പണം വിശ്വസിച്ച് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആ ബാങ്ക് അങ്ങ് മുങ്ങിക്കളഞ്ഞാൽ, ഇവിടെ അഴിമതി നടന്നാൽ എൻ്റെ പണം ആര് തിരികെ തരുമെന്നുള്ള ചോദ്യം ഒരിക്കലും ഒരു തെറ്റല്ല. ഇവിടെയാണ് കേരള സഹകരണ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൻ്റെ പ്രസക്തി. 2026 പുതിയ ഉത്തരവ് പ്രകാരം നിക്ഷേപകർക്കുള്ള ഗ്യാരണ്ടി തുക 5 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. ബാങ്കുകൾ അടയ്ക്കുന്ന പ്രീമിയം അനുസരിച്ചായിരിക്കും ഈ സുരക്ഷ ലഭിക്കുന്നത്. വാണിജ്യ ബാങ്കുകളിൽ DICGC നൽകുന്ന 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിനേക്കാൾ ഉയർന്ന സുരക്ഷയാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ നിക്ഷേപിക്കുന്ന ബാങ്ക് ഈ ഗ്യാരണ്ടി ഫണ്ടിൽ അംഗമാണോ എന്ന് ആദ്യമേ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഇനി പലിശയുടെ കാര്യമെടുത്താൽ, ഇപ്പോഴും വാണിജ്യ ബാങ്കുകളെക്കാൾ കൂടുതൽ പലിശ സഹകരണ ബാങ്കുകൾ നൽകുന്നുണ്ട്, വാസ്തവമാണ്. 2026 കണക്കനുസരിച്ച് ഏകദേശം 7.10% മുതൽ 7.60% വരെ പലിശ സ്ഥിര നിക്ഷേപങ്ങൾക്ക് കൊടുക്കുന്നു. അതേസമയം വായ്പാ തിരിച്ചടവിന്റെ കാര്യത്തിൽ നിയമങ്ങൾ വളരെ കർശനവുമാണ്. കൊമേഴ്സ്യൽ ബാങ്കുകളെ പോലെ തന്നെ സഹകരണ ബാങ്കുകൾക്കും ഇപ്പോൾ സർഫാസി നിയമപ്രകാരം നടപടിയെടുക്കാൻ അധികാരമുണ്ടായിട്ടുണ്ട്. വായ്പ മുടങ്ങിയാൽ കോടതിയുടെ സഹായം ഇല്ലാതെ തന്നെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ ബാങ്കിന് സാധിക്കും. അതുകൊണ്ട് വായ്പ എടുക്കുന്നവർ തിരിച്ചടവിൽ കൃത്യത പാലിച്ചില്ലെങ്കിൽ നടപടികൾ വളരെ വേഗത്തിലായിത്തീരും. ചുരുക്കത്തിൽ 2026 പുതിയ നിയമങ്ങൾ സഹകരണ ബാങ്കുകളെ കൂടുതൽ സുതാര്യമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 1, നിങ്ങളുടെ ബാങ്ക് ഞാൻ മുൻപ് സൂചിപ്പിച്ച ബാങ്ക് നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ടിൽ അംഗമായിട്ടുള്ള ഒരു ബാങ്കാണോ? രണ്ടാമത്തേത്, ബാങ്കിൻ്റെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A അല്ലെങ്കിൽ B ഗ്രേഡ് ആണോ? മൂന്നാമത്തേത്, ഭരണസമിതിയിൽ RBI നിർദ്ദേശിച്ച കൂളിംഗ് ഓഫ് പീരീഡ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിനെ വിശ്വസിക്കാം. ശരിയായ അറിവോടെ നിക്ഷേപിച്ചാൽ സഹകരണ ബാങ്കുകൾ ഇന്നും സുരക്ഷിതം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിവസവും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ സ്ഥിരമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുമെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.